ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മടക്ക് പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു നോമ്പ് കാലത്ത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്നാൽ നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. ഇത് നല്ല ടേസ്റ്റാണ്. എന്നാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു സ്നാക്സ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് വീഡിയോ മുഴുവനും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. കൂടാതെ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വന്നാൽ 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലൊന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി അല്ലി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ടാണ് ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ഇതെല്ലാം കൂടിയിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം വലിയ ജീരകം പൊടിച്ചെടുത്തത്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂണോ 2 ടീസ്പൂണോ വരെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് എല്ലില്ലാത്ത ചിക്കൻ്റെ കഷ്ണങ്ങൾ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു ഭാഗത്ത് കട്ട കെട്ടാതെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിലൊന്ന് ആക്കിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഒരു കോഴിമുട്ട മിക്സിയുടെ ജാറിലേക്കൊന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് അളവിലാണ് ഞാൻ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഈ 1 ഗ്ലാസ്സിലേക്ക് 3/4 ഗ്ലാസോളം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലൂസിലാണ് ഇതുണ്ടാവുക. അധികമായിട്ട് കട്ടിയാവില്ല, എന്നാൽ അധികമായിട്ട് ലൂസും ആവില്ല. ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ചെറിയ രീതിയിലൊന്ന് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ദോശൻ്റെ പോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഡ്രൈ ആയി വരുന്നുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഒരു സൈഡിലേക്ക് മാത്രമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് മറ്റേ സൈഡ് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക.
അതിനുശേഷം അതിനോട് ചേർന്ന് തന്നെ കുറച്ച് മാവ് ഈ സൈഡിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക, ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ. എന്നിട്ട് ഇതും കൂടെ ഒന്ന് ഡ്രൈ ആയി വന്നാൽ ഇതിൻ്റെ മേലേക്കും നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ആ ഫില്ലിങ്ങിൻ്റെ മേലേക്ക് മറുഭാഗം കൂടെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ മാവ് തീരുന്നത് വരെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. ആദ്യം മാവ് ഒഴിച്ചെടുക്കുക, അതിന് മേലെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇതേപോലെ ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ മാവ് തീരുന്നത് വരെ നമുക്ക് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഇത് ഒഴിച്ചെടുക്കുമ്പോൾ മറ്റേ മടക്കിനോട് ചേർന്നിട്ട് തന്നെ മാവ് ഒഴിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടർന്ന് പോരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഒരു തവി മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് എല്ലാത്തിൻ്റെ മേലെ കൂടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കുക. അതൊന്ന് അവിടെ അമർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ എക്സ്ട്രാ ഉള്ള ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കുക. മാവ് ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുത്താൽ മതി, അതവിടെ സെറ്റായി നിന്നോളും. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ കഷ്ണവും ഇതുപോലെ ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മടക്ക് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. ഈ ഒരു നോമ്പ് കാലത്ത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണ്. എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്